ഇത് കണ്ടോ, കിസ് ചെയ്ത പോലെ നല്ല രസമല്ലേ അത് കാണാൻ. മന്ദബുദ്ധിയായ ഞാൻ പിന്നീടാണ് അതിനെ പറ്റിയൊക്കെ ചിന്തിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു അത്തം ഡിസൈൻ ചെയ്താലോ? അതിനായിട്ട് ഞാൻ എൻ്റെ സ്റ്റോർ റൂമിലേക്ക് പോയി എൻ്റെ ആക്രി സാധനങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അതിലൊരു കേക്ക് ബോർഡ് എടുത്തു. അപ്പോൾ കേക്ക് ബോർഡൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാലങ്ങളായിട്ട് ഇരിക്കുകയാണ് ഒരു ഉപയോഗമില്ലാതെ. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. എടുത്തിട്ട് ഇതുപോലെ സ്കെയിൽ വെച്ച് അളന്ന് സെൻറ്റർ പോർഷൻ ഒന്ന് ഡോട്ടിട്ട് കൊടുത്ത ശേഷം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുക്കുകയാണേ. ആദ്യം ഈ 2 വര വരച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ, ഈ 2 വരയുടെ സെൻറ്റർ എടുക്കാനായിട്ട് ഞാൻ സെൻറ്റർ പോർഷൻ എടുത്തിട്ട് വരച്ചപ്പോഴത്തേക്കും അത് തെറ്റിപ്പോയി. അങ്ങനെ ഞാൻ മാച്ചത് കുളമാക്കിയതാണ് കേട്ടോ. പിന്നെ ഞാൻ അളക്കാനൊന്നും നിന്നില്ല, ഏകദേശം ഒരു ലെവൽ നോക്കി അങ്ങ് വരച്ചു. ഇനി ആ സെൻറ്റർ പോർഷനിൽ നമ്മളൊരു കുഞ്ഞ് റൗണ്ട് വരച്ചു കൊടുക്കണം. അത് നമുക്ക് കൈ വെച്ച് തന്നെ വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ കോയിനൊക്കെ വെച്ചിട്ട് വരയ്ക്കാം. പിന്നെ അതിൽ കുറച്ചുകൂടെ സൈസ് കൂടുതലുള്ളത് വള വെച്ചിട്ടോ എന്തെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടോ ഒക്കെ വരച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ പെറ്റൽ പോലുള്ള ഡിസൈൻ ഉണ്ടല്ലോ, അത് നമ്മൾ ആ 2 വരയുടെ സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി. സിമ്പിളാണ്, വലിയ പാടൊന്നും ഇല്ലാത്തൊരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഫുൾ ഇങ്ങനെ വരച്ചു കൊടുത്തു. ആകെ എനിക്ക് 8 പെറ്റൽസ് കിട്ടി കേട്ടോ. പിന്നെ അതിൻ്റെ ആ പെറ്റൽസിൻ്റെ 2ൻ്റെയും സെൻറ്ററിൽ നോക്കിയിട്ട് ഒരു കുഞ്ഞൊരു ഡോട്ടിട്ട് കൊടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ അടിയിൽ നിന്ന് വരുന്നൊരു പെറ്റൽസ് ഉണ്ടല്ലോ അതും ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും ഓരോ പൂക്കൾ ഇടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ പൂവല്ല എടുക്കുന്നത്, എന്തായാലും കേക്ക് ബോർഡിൽ പൂവിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പെയിൻ്റാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ തമ്പനെയിലിൽ കണ്ട പോലെ തന്നെയാണ് ചെയ്യുന്നത്. കണ്ടാൽ പൂക്കളായിട്ടൊക്കെ തോന്നും. തമ്പനെയിലൊന്ന് പോയി നോക്കണേ. അപ്പോൾ നമുക്ക് പൂക്കൾ അതേപോലെ തന്നെ ഒരു ഒറിജിനൽ ഫീൽ വരുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം ഞാൻ ആ സെൻറ്ററിൽ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ മെറൂൺ കളറാണ് കൊടുക്കുന്നത് കേട്ടോ. പക്ഷെ ഞാൻ റെഫറൻസിന് എടുത്തൊരു പിക്ചർ ഉണ്ടായിരുന്നു, അതിൽ റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ എടുത്തത് മെറൂൺ ആണ്. അപ്പോൾ നമുക്ക് ഒരു നമ്മൾ എന്താ പറയുക, വെൽവെറ്റ് ചെടി എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഒരു കളർ കിട്ടും. പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ബേസ് കോട്ട് കൊടുക്കാറുണ്ടല്ലോ, വൈറ്റ് കളർ. അപ്പം ഞാനിവിടെ കൊടുത്തിട്ടില്ല, വൈറ്റ് കളർ ബോർഡ് ആയതുകൊണ്ട് കൊടുക്കേണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കേക്ക് ബോർഡിന് ഒരു പ്ലാസ്റ്റിക് കോട്ട് ഗ്ലേസിങ് പോലെ വരുന്നത് കൊണ്ട് നമുക്ക് ഈ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ഇങ്ങനെ ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ ഈ ബാക്കിൽ നിന്ന് വരുന്ന ആ ഒരു പെറ്റലിനെല്ലാം ഈ ഒരു കളർ കൊടുത്തു കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു സ്ട്രോക്ക് വരുന്നതിൻ്റെ ആ ഒരു പ്രശ്നം വരുന്നില്ല, നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാം. അത് ഇതുപോലെ ഓറഞ്ച് കളറാണ് കേട്ടോ, നമ്മുടെ ആ ഒരു ബന്ദിപ്പൂവിൻ്റെ കളർ. ബന്ദിപ്പൂവിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ബന്ദിപ്പൂ തന്നെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ബന്ദിപ്പൂവിൻ്റെ ആ ഒരു പെറ്റൽസൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ടിട്ട് ചെയ്യൂലേ, അതുപോലെ തന്നെ വരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം അടുത്ത് ഏത് കളറാണോ കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ബ്രഷ് ഒന്ന് ടച്ച് ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു ലുക്കൊക്കെ കിട്ടും. അങ്ങോട്ട് തെന്നി മാറി വീണ് കിടക്കുന്ന ഭയങ്കര അടുത്ത് ചേർന്ന് കിടക്കുന്ന ആ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ പ്ലെയിനായിട്ട് വരയ്ക്കുന്ന പോലെ അല്ലാതെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് അതിലും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് വരച്ചെടുക്കുക. അപ്പം ആ ഒരു ഓറഞ്ച് കളർ എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്തത് യെല്ലോ കളർ ബന്ദിപ്പൂ ആണ് കേട്ടോ. നമ്മളിവിടെ ബന്ദിപ്പൂ എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ ജമന്തി എന്നും പറയാറുണ്ട്, വേറെയും പേര് കാണും, കൊങ്ങിണി അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ. അങ്ങനെ യെല്ലോ കളർ ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പൂവ് ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. പക്ഷേ ഇങ്ങനെയല്ല, ഇത് ഇപ്പോൾ ഒരു കോട്ട് അടിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി വേറൊരു കോട്ടൂടെ വരുമ്പോഴത്തേക്ക് മാത്രമേ ആ ഒരു ബന്ദിപ്പൂവാണെന്ന് പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റാണ് ചെയ്യുന്നത്. ഫസ്റ്റ് എല്ലാ ലെയറിനും ഒരു കോട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷമാണ് ആ ഒരു കറക്റ്റ് ആ ഒരു ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലുള്ള പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഫുള്ള് യെല്ലോ കളർ ഇങ്ങനെ നമ്മൾ ഡിപ്പ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഓറഞ്ചിലൂടെ ചെറുതായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ ആ ഒരു പെറ്റലിൻ്റെ കുഞ്ഞു നമ്മളിങ്ങനെ ചേർന്നിരിക്കുമ്പോഴത്തേക്ക് ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫീല് വരത്തുള്ളൂ. അങ്ങനെ നമ്മൾ ആ യെല്ലോ കളർ കൊടുക്കുന്ന പോർഷൻസ് എല്ലാം യെല്ലോ കളർ വെച്ചിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. അങ്ങനെ മുകളിലത്തെ ആ ഒരു പെറ്റലിൻ്റെ സൈഡ് ഉണ്ടല്ലോ, ആ ഒരു സൈഡിൽ ഓറഞ്ചും ഒരു സൈഡിൽ യെല്ലോയും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു ഡിസൈൻ ചെയ്യാൻ മറന്നുപോയി, അതാണ് ഇത് കേട്ടോ. അപ്പോൾ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ആ ഒരു വലിയ പെറ്റലിൻ്റെ നടുക്കുന്നൊരു ചെറിയൊരു പോർഷനിൽ ഇതുപോലെ അതിൻ്റെ തന്നെ കുഞ്ഞൊരു പെറ്റൽ പോലെ ചെയ്യാനാണ്, ആ ഒരു ഡിസൈൻ പോലെ ചെയ്യാനാണ്. അപ്പം അതിൻ്റെ ആ ഒരു സെൻറ്റർ ലൈനില്ലേ, ആ ഒരു ലൈൻ നമ്മൾ വായിച്ചതാണ്. അപ്പോൾ ആ ഒരു ലൈനിൽ നമ്മൾ നോക്കി അപ്പുറം ഇപ്പുറം ഒരേ സ്പേസിൽ നമ്മൾ
കളർ എടുത്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുന്നു. അപ്പോൾ എല്ലാ പെറ്റൽസിലും അതുപോലെ വരച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഇനി ഈ ഒരു സ്പേസിൽ നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് കളറാണ്. വൈറ്റ് കളർ നമുക്ക് ജമന്തി പൂക്കളുണ്ട്, തുമ്പപ്പൂവുണ്ട്, മുല്ലപ്പൂവുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു രീതിയിൽ നമുക്ക് ഈ വൈറ്റ് കളർ കൊടുക്കാം. വൈറ്റ് കളർ കൊടുക്കുമ്പോൾ അടിയിൽ നമുക്ക് ആ ഒരു ആഷ് കളർ വരുന്നത് കൊണ്ട് ഞാൻ വൈറ്റ് കളറിൻ്റെ മുകളിൽ കൂടി വേറെ ഒന്നും അപ്ലൈ ചെയ്തില്ല കേട്ടോ. ബാക്കി എല്ലാ കളറിനും മുകളിലായിട്ട് വേറെ കളറ് കൊടുത്തിട്ടാണ് ആ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു അകത്തുള്ള ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ. എനിക്ക് ലാസ്റ്റ് തോന്നി ഗ്രീൻ കളർ കൊടുക്കണ്ടായിരുന്നു എന്ന്. അതിന് പകരം പിങ്കോ അങ്ങനെ റോസ് കളറോ ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നേനെ. ആരുളിപ്പൂവില്ലേ, അതൊക്കെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. പക്ഷേ മന്ദബുദ്ധിയായി ഞാൻ പിന്നീടാണ് അതിനെ പറ്റിയൊക്കെ ചിന്തിച്ചത് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം അടിച്ച പെയിൻ്റ് എല്ലാം ഉണങ്ങിയതിന് ശേഷം അതിന് മുകളിലായിട്ട് ലൈറ്റ് കളറിലുള്ള പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ലെമൺ യെല്ലോ കളറാണ് ഇതിന് മുകളിലായിട്ട് അടിച്ചു കൊടുത്തത്, യെല്ലോയുടെ മുകളിലായിട്ട്. പിന്നെ നമ്മൾ ഓറഞ്ച് കളറിൽ യെല്ലോയും റെഡും മിക്സ് ചെയ്തു. ഇത് കണ്ടോ, കിസ് ചെയ്ത പോലെ. ഞാനിങ്ങനെ കുത്തി ഇരുന്നപ്പോഴാണ് കേട്ടോ ഞാനത് ശ്രദ്ധിച്ചത്. കൊള്ളാമല്ലേ, ചുണ്ടിൻ്റെ അതേ ഷേപ്പ്, നല്ല രസമല്ലേ അത് കാണാൻ. ഓക്കെ, അങ്ങനെ എന്തായാലും റെഡും യെല്ലോയും ചേർത്താണ് അവിടെ ഫില്ല് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. പക്ഷെ ഞാനത് നോക്കിയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് മാറ്റം വരുത്തണമെന്ന് തോന്നി. കാരണം യെല്ലോ കുറച്ച് കൂടിപ്പോയെന്ന് തോന്നി. അങ്ങനെ ആ ഓറഞ്ച് കളറിൽ റെഡ് കളർ കുറച്ചുകൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഈ മെറൂൺ കളറിൽ കൊടുത്തതെന്ന് പറയുമ്പോൾ റെഡും യെല്ലോയും കൂടെയാണ് കേട്ടോ. അത് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഗ്രീൻ കളറിൽ വൈറ്റും ലൈറ്റ് ഗ്രീൻ കളറൂടെ മിക്സ് ചെയ്താണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണേ. ഇതിപ്പോൾ മുറ്റത്ത് വെച്ച് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അറ്റം കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒറിജിനൽ അത്തമാണെന്ന് തോന്നത്തില്ല. കാരണം ഒറിജിനൽ അത്തത്തിന് ഇത്രയും ഫിനിഷിങ് വരത്തില്ലല്ലോ, പുറത്ത് കുറച്ച് ഇതളൊക്കെ വീണ് കിടക്കുന്ന ഒരു ഇത് കിട്ടത്തില്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷനാണ് ഈ സെൻറ്റർ പോർഷൻ കേട്ടോ. അപ്പോൾ ഈ ഒരു അത്തം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയണേ. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ടാറ്റാ.